അല്ല അത് ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും അടിയും പിടിയൊക്കെ ഉണ്ടാവും. ഓൺലൈൻ മീഡിയസിനെ കണ്ടുകൂടാ. ഒരാളും കൂടെ ഉണ്ട്, ഒരു പെൺകുട്ടി. ആളെവിടെ? ഈ സെപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം ഇപ്പൊ ഒരാൾ കാണുന്നില്ലല്ലോ, നമ്മളെ വീഡിയോ കൊടുത്തില്ലേ. ഇതിപ്പോ ഒരു ഗ്രൂപ്പാണ്, 5 പേരുണ്ട്. ആർക്ക് എപ്പോ വേണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. മറക്കുമാമായെന്നു മയങ്കിതേ പഞ്ചവന്നു മടിയിലെ ഊഞ്ചൽ പോടി എന്റെ പേര് അറിയാമോ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. പക്ഷെ ഇത് പ്രശ്നമായെന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ഒക്കെ വന്നായിരുന്നു, ഞാൻ എടുത്തില്ല. ചില ആൾക്കാരുണ്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കും, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. യൂട്യൂബ് ഷോർട്സിലൂടെയും വൈറൽ പാരഡിയിലൂടെയും കണ്ടന്റിലൂടെയും നമ്മളെല്ലാം ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട്, സെലിക്സ് ആൻഡ് ടീംസ്. നമസ്കാരം. എല്ലാവരും ടീമല്ല. ഭയങ്കര എളിമയാണ് നമസ്കാരം എന്നൊക്കെ എന്നുള്ളതാണോ? നിങ്ങൾ കുറെ കാലമായിട്ട് ഇന്റർവ്യൂസ് ഒന്നും തരാതെ ഭയങ്കര ഒളിച്ചടക്കുമായിരുന്നു. എന്തായിരുന്നു കാരണം? എല്ലായിടത്തും പറഞ്ഞല്ലേ പറയുന്ന, പുതിയതായിട്ടൊന്നും പറയാനില്ല. പുതിയ കണ്ടന്റുകൾ ഇല്ല, പുതിയ പാരഡി കിട്ടാത്തോണ്ടാണ്. അതുമല്ല, അവര് പാടാൻ വയ്യാത്തോണ്ട്. വോയിസ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? മടി. കണ്ടന്റുകൾ പക്ഷെ യൂട്യൂബിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജുകളിലൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ കണ്ടന്റുകൾ ഇങ്ങനെ കയറി വരുവാണ്. അപ്പൊ ഞാനിപ്പൊ ഇവിടെ ഇത്രയും പെട്ടെന്ന് എത്താൻ കാരണം എന്നാന്ന് അറിയാം, ഞങ്ങൾക്ക് ഒന്ന് ട്രോളിയായിരുന്നു. ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഓൺലൈൻ മീഡിയനെ ഒന്ന് ട്രോളിയായിരുന്നു. ഞങ്ങളൊന്നും മറക്കില്ല, അതുകൊണ്ട് തേടി പിടിച്ച് വീട്ടിൽ വന്നു. മറന്നു? ഇല്ല, അതാണ് നിങ്ങൾ ഇവിടെ ഇതാക്കുമ്പോൾ ഞങ്ങൾ തേടി പിടിച്ച് വീട്ടിൽ വരും. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള പ്രചോദനം? പുതിയ പുതിയ കണ്ടന്റ് ഓൺലൈൻ മീഡിയസിനെ കണ്ടുകൂടാ, ഇഷ്ടമല്ല. ഒരു വെറുപ്പാ. സ്വന്തം ചാനൽ മാത്രം. എല്ലാ നിങ്ങളുടെ ചാനലൊക്കെ റിപ്പോർട്ട് അടിച്ചാണ് അവര്. ഞങ്ങളുടെ ചാനൽ ഏതാണ്ട് പോലും അറിയത്തില്ല, പറഞ്ഞപ്പോഴാണ്. ഓൺലൈൻ മീഡിയനെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ വന്നിരുന്നു, അത് ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്, മീൻസ് ഒരു ഇടവേളയ്ക്ക് ശേഷം. അപ്പം എന്തായിരുന്നു ഓൺലൈൻ പേജ്? ഏത് പേജ്? ഞാൻ തമാശ അർത്ഥം ചോദിച്ചാണ് ഉടനെ വിളിച്ചു പറയുന്നത്. അത് നമ്മുടെ കൂടുതൽ ഒരാളാണല്ലോ. ചുമ്മാ എനിക്കും അറിയാം പുള്ളിനെ. കമ്പനിയാ. നിങ്ങൾ പരസ്പരം അറിയുന്നില്ലേ? ഇടുവാണ്. അങ്ങനെ എത്ര ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്? പറയില്ലേ പേജില് 500. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ പ്രേക്ഷകർ? ഉണ്ട്. പരിപാടി എന്തുകൊണ്ടാണ് നിർത്തിയത്? ഇപ്പൊ കാണുന്നില്ല. അല്ല, അവന് പാടാൻ അവന് സമയം കിട്ടിയില്ല. അവന്റെ സിസ്റ്റം ഡൗൺ ആയി പോയി. സീരിയസ്ലി നിങ്ങൾ സീരിയസ് ആണോ തമാശയാണോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും തൊണ്ടയുടെ സിസ്റ്റം ആണോ? അല്ല, തൊണ്ടയുടെ സിസ്റ്റം അല്ല, കമ്പ്യൂട്ടർ അടിച്ചു പോയായിരുന്നു. പിന്നെ അവൻ കുറച്ച് ബിസി ആയിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാരഡിയിലൂടെ ഒന്ന് തുടങ്ങിയാലോ? ഇവിടെ വെച്ചിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നെ എന്റെ ചാനലിൽ ട്രോളല്ല, അങ്ങനെ ഉണ്ടാക്കി പാടാനോ? നമ്മൾ ഉണ്ടാക്കി പാടിയ ശരിയാവില്ല. ഉണ്ടാക്കി പാടിയ ശരിയാവില്ല. ആരും കേൾക്കാത്തൊരു പാട്ട് പാടി.
എല്ലാവരും പാട് മാത്രം പാടി നീ തുടങ്ങി പിന്നെ നീ മമഗദ അതോടെ സാമ്പാറ് കുട്ടിച്ചോറ് വേണോ മീൻകറി കുട്ടിപ്പുട്ട് വേണോ പുട്ടും വേണ്ട ചോറും വേണ്ട ബിരിയാണി മതിയണ്ട ഉണക്കമീനും ചോറും കൂട്ടി പഴഞ്ചോറ് മതിയണ്ട ഉണക്ക മീൻ തരണേ ശാന്തേ ഇല്ലെന്ന 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 ഇലയിലും തരണേ ശാന്തേ ഇല്ലെന്ന ഇല്ലെന്ന ഇത്ര വൃത്തിയായിട്ട പാട്ടിലാണ് നമ്മൾ ഇറക്കിയത്. ഇത് ഞാൻ അതേ പറയുന്നില്ല. നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മറ്റേ ഡ്രാഗൺ സിനിമയെ കാണിക്കല്ലേ, കുട്ടി ഡ്രാഗൺ വരുമ്പോ എവളോ കേവലമായിരുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും സ്വന്തം കണ്ടിട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും എന്നിട്ട് അല്ല, നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോഴത്തെ ഒരു പ്രചോദനം വെച്ച് അങ്ങ് എടുക്കും. പിന്നെ അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഓഡിയൻസിന്റെ ഇത് നമുക്ക് അറിയില്ല, വീഡിയോ കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ എടുത്ത് കളയും. പിന്നീട് കാര്യമില്ല. പക്ഷെ നല്ല റീച്ച് ഉണ്ടായിട്ടും പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് വേണ്ടിട്ട് മീൻസ് നെഗറ്റീവ് കമന്റ് വന്നിട്ട് ചിലത് റീച്ച് ആവുമല്ലോ, അങ്ങനെ വന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതെന്ത് പറ്റി? ഇച്ചിരി ടോക്സിക് ആയി പോയി. പറയാൻ പറ്റാത്ത കണ്ടന്റാണോ? നമ്മൾ ഉദ്ദേശിച്ചത് വേറെ, ആൾക്കാര് എടുത്തത് വേറെ ആയി പോയി. ഉദ്ദേശിച്ചത് അത് തന്നെ. ഞാൻ പക്ഷെ കാണാത്ത ഞാൻ ഈ ഇന്റർവ്യൂ അങ്ങനെ. അപ്പം കൂടുതൽ ഒരാളും കൂടെ ഉണ്ട്, ഒരു പെൺകുട്ടി. ആളെവിടെ? എക്സാം ഉണ്ട്, നാളെ എക്സാം പഠിപ്പിയാണോ? പഠിപ്പിക്കണം. ലൈവ് റിസൾട്ട്സ് വിളിച്ച ആളെടുക്കും. ഇല്ല, എന്റെ ഫോണിൽ നെറ്റ് ഇല്ല. അപ്പൊ നിന്റെ നെറ്റോടല്ലേ വിളി. ഞാൻ അവളോട്ട് ചെറിയ നമുക്ക് നാളെ എക്സാം അതുകൊണ്ട് പഠിപ്പിയായതുകൊണ്ട് അടുപ്പില്ല. അവള് ടഫ് ആയിട്ടുള്ള വിഷയമാണ് നാളെ എക്സാം. ആൾ ആരുടെ ബെസ്റ്റിയാണ്? ബെസ്റ്റ് ബെസ്റ്റ് വേറെ അവർക്ക് വേറെ ബെസ്റ്റ് ഉണ്ടെന്ന്. അല്ല മീൻസ് എങ്ങനെയാണ് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. നമ്മളെല്ലാരും അല്ല, അത് ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും അടിയും പിടിയൊക്കെ ഉണ്ടാവും. അത് ഫണ്ണായിട്ട് എടുക്കുക, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. ഞാനും ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയിട്ടുണ്ട്, ആരും എന്നെ ആഡും ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്നിട്ട് എന്റെ വീഡിയോസ് ആ ഗ്രൂപ്പിൽ എന്നെ ഇടുള്ളൂ, ഇല്ലാത്ത ഗ്രൂപ്പിൽ. നമ്മൾ അങ്ങനെ ആളറിഞ്ഞേ കളിക്കും. എന്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയ കാരണം ചുമ്മാ വെറുതെ പറഞ്ഞു. ആരോ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ആ സ്ഥിതിക്ക് എന്തായാലും ഇന്റർവ്യൂവിന് വരുമ്പോ ലെഫ്റ്റ് ആവില്ല. കാണാത്ത സ്ഥിതിക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒന്നുകൂടി പറയാമോ? ഉറക്കെ ക്യാമറയിലുള്ള ആൾക്കാരൊക്കെ പിന്നണി എന്റെ പേരെന്താ? ഒരുപാട് എന്റെ പേര് അറിയാമോ? അഖിലിനെ അറിയാൻ. എബിനോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചൊല്ലിട്ട് അറിഞ്ഞൂടാ. അല്ല, ഞാൻ എന്റെ പേര് പറയാം. എന്റെ പേര് സിമി. ഹായ് സിമി. ചേട്ടന്റെ പേരെന്താ? സെലക്സ്. സെലക്സ്. ഓ, അതാണ് ഈ സെലക്സ്. അദ്വൈത്. അല്ല ഇപ്പൊ കാണുന്നതായിരിക്കും. പിന്നെ ഇവര് എന്തിനാ ഇന്റർവ്യൂ എടുക്കാൻ 15 മിനിറ്റ് ഇന്റർവ്യൂ എടുത്തിട്ടാണ് പേര് വേറൊരു സത്യം അതിലേ നടന്നപ്പോ ആളില്ല. രാവിലെ സൊസൈറ്റി പോയതാണ്, ആ ഇന്റർവ്യൂ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോ പാൽപാത്രം തൂക്കൊരു ചേട്ടൻ വെറുതെ ഇരിക്കല്ലേ. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കഴിവത്ത് പെട്ടെന്ന് വേറൊരു സത്യം അറിയോ? നമ്മൾ പരിചയപ്പെടുന്ന ഇടയ്ക്കത്തെ സാധനം ഞാൻ കട്ട് ചെയ്യും. ചോദിക്കില്ലേ നമുക്കറിയാം. നമ്മള് പണ്ട് ഇതണക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ആടി ഉണ്ടാക്കിയിട്ടുണ്ട്. പേര് പറയാനാണെന്ന് എവനെ ഞാൻ അതെ കട്ട് ചെയ്ത് എനിക്ക് ഈ കണ്ടന്റ് ഒക്കെ എങ്ങനെയാ? റിയൽ ലൈഫ് എന്നുള്ളതാണോ അതോ നിങ്ങൾ കണ്ടതിന് ശേഷം ആരെങ്കിലും ഒന്ന് ചീത്ത വിളിച്ചിട്ടുണ്ടോ? വീഡിയോ ഇടാൻ പറ്റുമോ?
ഇടുമ്പോ എന്റെ പേരെങ്കിലും മേടിച്ച് ചേട്ടാ പട്ടി അതേപോലെ ഈച്ച കോപ്പി അടിച്ചു വെച്ചേക്കുന്ന പോലെ ഫ്രെയിമൊക്കെ എടുത്ത് വെച്ചിരിക്കും. മറ്റും വേറെ യൂട്യൂബേഴ്സിന്റെ ആണോ? പറഞ്ഞത് സത്യമാണെങ്കിലും അല്ല ആ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നതൊക്കെ ആകെ കുറച്ച് കഥകളേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലാരും എടുത്ത് ഈ പാട്ടില് ഇത്ര അതൊക്കെ ഉള്ളതല്ലേ പറയുന്നുള്ളൂ. അതേപോലെ കണ്ടന്റിലും ഓരോ സാധനമല്ലേ ഉള്ളൂ. കണ്ടന്റ് അതായത് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന സാധനം ഇതിപ്പോ ഇത് ഒരുപാട് ഇരിക്കുന്ന എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ചായ ബെസ്റ്റ് മറ്റേ ഇത് കലിപ്പൻ അത് എല്ലാരും ചെയ്യുന്ന സാധനം. പിന്നെ മറ്റേ കണ്ണാപ്പി അങ്ങനെ എല്ലാരും ചെയ്തിട്ടുള്ളത് തന്നെ. നമ്മളേതായ രീതിയിൽ എടുക്കുന്നു. അത്ര ദാരിദ്ര്യം ഒന്നും വന്നിട്ടില്ല അല്ലേ കണ്ടന്റിന്റെ? സത്യം പറയണല്ലോ. ഇത് കാണുന്ന പ്രേക്ഷകർ അയച്ചുതരേണ്ടതാണ്. അല്ല ഇപ്പൊ കോമ്പറ്റീഷൻ കൂടിയുണ്ട്. പണ്ട് എടുക്കുന്ന രീതിയിലൊന്നും ഇപ്പൊ എടുത്ത ഓടത്തൊന്നുമില്ല. കുറച്ചൊക്കെ എന്തെങ്കിലും ആൾക്കാർ വിവരം വെച്ച് തുടങ്ങി. ഇപ്പൊ പെട്ടെന്ന് പൊതുവെ കണ്ടുവരുന്ന സാധനമുണ്ട്, മറ്റേ ഈ ഓൺലൈൻ ആപ്പുകളെയൊക്കെ യൂട്യൂബേഴ്സ് അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ബെറ്റിംഗ് ആപ്പുകളൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ആരൊക്കെ മെസ്സേജ് അതല്ല, അത് തുടക്ക സമയത്ത് നമ്മൾ എന്തരാണ് നമ്മൾ ഇതിൽ വന്ന സമയത്ത് എന്താണ് ഇതൊന്നും അറിഞ്ഞൂടാത്ത സമയത്ത് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണം ആദ്യം, അതായത് നമ്മൾ തുടങ്ങി 2022 ആ ടൈമിൽ നമുക്കിത് അറിഞ്ഞൂടാ അത് എന്ത് ചെയ്യണം. സത്യം പറഞ്ഞാൽ പറ്റില്ല, റമ്മിയുടെ ഒരു സാധനമായിരുന്നു. പക്ഷെ നമുക്കത് അറിഞ്ഞൂടായിരുന്നു. അതും ഈ റമ്മി ആപ്പുകളൊക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ ആ സമയത്ത്. അപ്പൊ നമുക്കത് അറിഞ്ഞൂടാ ഇതാണ് ആൾക്കാരെ പൈസ പോണതാണോ എന്തെന്ന് അറിവില്ലാത്ത ഒരൊറ്റ സാധനം നമ്മൾ ചെയ്തു. പക്ഷെ അവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഇവര് ചെയ്തതാണ്. അല്ലല്ല, അങ്ങനെ കോൺട്രാക്ട് ഒന്നും ഇല്ല. പക്ഷെ ഇവര് ആരാണ് എന്ന് വിളിച്ച ആരാണ് എന്താണ് ഒന്നും അറിയാൻ വയ്യ. അല്ല സീരിയസ്ലി പറയാൻ ഫ്രണ്ട് ആപ്പ് ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഈ ഇതല്ലല്ലോ, ബെറ്റിംഗ് ആപ്പ് ഓൺലൈൻ ഗെയിമിംഗ് അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ അടുത്ത ദിവസങ്ങളിലും ഭയങ്കരമായിട്ട് നെഗറ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ സംസാരമൊക്കെ കോൾ റെക്കോർഡ് ലീക്ക് ആവുന്ന ഇഷ്യൂസ് ഒക്കെ പല ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് തന്നെ. അല്ല ഇപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആള് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് പേയ്മെന്റ് അങ്ങോട്ട് കൊടുക്കുന്നു, ആണുങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ശരിക്കും അത് വേറൊരു രീതിയിലേക്ക്, ഒരു പക്ഷെ നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റാത്തൊരു മാറ്ററിലേക്കാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അത് നമുക്ക് പറയാൻ പറ്റൂല. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും ഓഡിയോ കോളും വീഡിയോ കോളായാലും ഇതാണൊക്കെ നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് മിസ്യൂസ് ചെയ്യാം. അത് ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതെല്ലാം വേറെ കുറെ ആപ്പൊക്കെ ഉണ്ടല്ലോ, ടാങ്കോ ബമ്പിൾ എല്ലാത്തിലും തുടങ്ങുമ്പോഴത്തേക്ക് ഫ്രണ്ട് എന്ന് പറയാൻ തുടങ്ങുകയാണ്. എല്ലാത്തിലും ഐഡിയ ഉണ്ടത്. അല്ല നമ്മളല്ലേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഈ ആപ്പിന്റെ ഒക്കെ പേര് പറഞ്ഞ അവസാനം നിങ്ങൾക്ക് പ്രശ്നമാണ്. അല്ല ഫ്രണ്ട് ആപ്പ് ഇപ്പൊ കുറെ പേര് ചെയ്യുന്നു. നമുക്കും എനിക്കും മിനിങ്ങാൻ അവര് വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഇഷ്യൂ നടക്കുന്നുണ്ട് ചെയ്യുന്നത്. പക്ഷെ അവര് എത്ര പൈസ കൊണ്ടെങ്കിലും തരാന്നാണ് പറയുന്നത്. 50,000 പറഞ്ഞപ്പോ 50,000 അവര് എത്ര വേണമെങ്കിലും പറയാം. അവർക്ക് പൈസ പ്രശ്നമല്ല. ഇപ്പൊ ആണെങ്കിൽ അവര് ഫുൾ ഡൗൺ ആയിരിക്കണം. എനിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവര് ചോദിക്കുന്ന പൈസയും തരും. പക്ഷെ നമ്മള് ചെയ്യുന്നില്ല. പക്ഷെ ഇത് പ്രശ്നമായെന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ഒക്കെ വന്നായിരുന്നു, ഞാൻ എടുത്തില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം മെയിൻ ആയിട്ട് അറിയില്ലല്ലോ ഇത് എന്താണ് പ്രശ്നം. നമുക്ക് പകുതി ഹിന്ദിക്ക് ആയതുകൊണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ അതാണ്. അല്ല ഇത് ഫ്രണ്ട് ആപ്പ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് സാധനം ഇല്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഇങ്ങനെയാണെന്ന് ഉള്ളതെന്ന്. അപ്പൊ അതുകൊണ്ടാണ് മിക്ക ക്രിയേറ്റേഴ്സും പെട്ടുപോയത്. ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയായിരുന്നു. അന്ന് ഇങ്ങനെ സംഭവം ഒന്നും ഇല്ല എൻ്റെ അകത്ത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ മലയാളികളെ ഇല്ലായിരുന്നു ഞാൻ ചെയ്യുന്ന സമയത്ത്. ഞാൻ ചെയ്യുന്ന സമയത്ത് പൈസ സൈഡിൽ അതിപ്പോ നമ്മൾ പറയണെങ്കിലേ നമുക്ക് ഒന്നിന്റെയും പ്രൊമോഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു.
അവരൊരു വിസ തട്ടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം കൂടെ പറയാം അത് മൊത്തത്തിൽ തെറ്റാണെന്ന് പറയും. അവരെ വിട്ട 1000 പേരെ നോക്കൂല, ഈ 1000 ഒരാളെ നോക്കൂ. അതിപ്പോ ഏതും പ്രൊമോഷൻ ചെയ്താലും അങ്ങനെ തന്നെയാണ്, ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ മാക്സിമം ആൾക്കാരുടെ പൈസ പോവാത്ത രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യുക. അങ്ങോട്ട് കൊടുക്കാതിരിക്കുക. അങ്ങോട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങളാണല്ലോ കൊടുക്കുന്നത്. നമ്മള് മാക്സിമം ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. നമ്മള് ഒരുവിധം ഈ സ്റ്റഡി അബ്രോഡും അങ്ങനത്തെയൊക്കെയാണ് മാക്സിമം ചെയ്യാറ്. പിന്നെ അല്ലറ ചില്ലറ എപ്പോഴാണ് അങ്ങനെ ഇതിനകത്ത് കണക്കത്തെ ഏതോ 1-2 വർക്കാണ്ടേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ഒരു ചിത്തപ്പേര് പൊതുവെ ഇപ്പോൾ വരുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത ആപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം കമന്റുകളോട് എങ്ങനെ പ്രതികരിക്കും? ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ലല്ലോ, സിനിമയോടൊപ്പം ജംഗിൾ രമ്യ എനിക്കും പാല് മേടിക്കാൻ പോയപ്പോ കയറി വന്നത് ഒന്നാമത്തെ തരം ഈ മിക്ക ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും റീച്ച് ആകുന്നത്, യൂട്യൂബിലേക്കാളും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ ഈ ആദ്യമായിട്ട് ഒരു പ്രൊമോഷൻ ടീം ചെയ്യുമ്പോഴത്തേക്ക് കുറെ നാള് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു റീച്ച് എത്തുന്നത്. ആ ടൈം വരെ വീട്ടിൽ പട്ടിപ്പണിയും ഒരു പൈസ ഇല്ലാതെ അതായിരിക്കും. ആ സമയത്ത് ഒരു പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് നാട്ടുകാർ നന്നാവണമെന്ന് ആരും ചിന്തിക്കും. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടുമെന്നായിരിക്കും അത് വെച്ച് ചെയ്യുന്നതാണ് മിക്കുള്ളവരും. പിന്നെ എന്നിട്ട് മനസ്സിലാക്കാതെ ചെയ്യുന്നവരുണ്ട്, ആർക്കൊന്നും പറയില്ല. ഇത് ചില ആൾക്കാരുണ്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കും, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ അവര് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ഉദാഹരണത്തിന് പറയുന്നത്, നമുക്ക് ഒരു തവണ ഒരു ആപ്പിന് ഇതാണൊക്കെ ഒരാൾ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ആൾക്കാരെ പൈസ പോകണമെന്ന് കണ്ടിട്ടും പിന്നെയും ചെയ്യുന്നതാണ് തെറ്റ്. അതാണ് തെറ്റ്. നമുക്ക് അബദ്ധങ്ങൾ പറ്റാം. നിങ്ങൾ കുറെ കണ്ടന്റുകളുടെ മെയിൻ സ്രോതസ് എവിടെ നിന്നാണ്? ആരായിരിക്കും മെയിൻ ഈ കണ്ടന്റ് ചെയ്യാം? അങ്ങനെയൊന്നുമില്ല, 5 അക്കൗണ്ട് ഹാൻഡിലാണ്, 5 പേർക്ക് 5 ടൈപ്പ് വീഡിയോസ് ആണ് എടുക്കുന്നത്. അപ്പൊ അവരോരോ തലയിൽ എന്താണ് വരുന്നത്. ഈ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ആദ്യം ഒരുമിച്ച് ഇപ്പൊ ഒരാൾ കാണുന്നില്ല, നമ്മളെ വീഡിയോ കൊടുന്നില്ലേ? അത് അങ്ങനെയൊന്നുമല്ല. ഞാൻ സംഭവം പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു ഗ്രൂപ്പാണ്, 5 പേരുണ്ട്. ആർക്ക് എപ്പോ വേണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പൊ ഞാനിപ്പോ ഈ 4 പേരോട് അല്ലെങ്കിൽ ഇപ്പൊ 4 പേരോട് അല്ല 5 പേരോട് തെറ്റിപ്പിരിഞ്ഞ് പോയാലും അവന് സ്വന്തമായിട്ട് പോയി ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി അവന്റെ 5 പേരും മാറിപ്പോയാലും ഓരോരുത്തർക്ക് ഇടാലോ. എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മിനിമം ഓഡിയൻസ് ഉണ്ട്. അപ്പൊ നമുക്കിനി നമ്മളെ ഫേസ് വാല്യൂ ഒരുവിധം ഉണ്ട്. ഈ വീഡിയോ കൊള്ളൂലെങ്കിലും കൊള്ളാമെങ്കിലും ഫേസ് വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ 5 പേരും മാറിയാലും പുള്ളിക്കാരൻ ഇപ്പൊ വീഡിയോ ആണെങ്കിൽ വേറെ ആളെ 2 പേരെ വിളിച്ച് വേറൊരാളെ വിളിച്ച് അക്കൗണ്ട് വീഡിയോ ഇട്ട് ആ വീഡിയോ ഓടും, ബേസ് ഓഡിയൻസ് ഓടും. പിന്നെ കണ്ടന്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റഡ് 5 പേർക്കും ഒരു ഇൻകം വന്നോട്ടെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോഴേ ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 5 പേരുള്ളത് കൊണ്ട് വേറൊരു പണിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരുത്തർ വരുന്നു, രാവിലെ വീഡിയോ എടുക്കുന്നു, വൈകിട്ട് വരെ അതിൻ്റെ പരിപാടിക്ക് പോകുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു. അപ്പോൾ വേറൊരു വരുമാന മാർഗം ഇതിനിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് 3 ദിവസം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ തലയ്ക്ക് തട്ടുന്നെന്ന് പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാലും ഒരാൾക്ക് മാറിപ്പോയാൽ സ്വന്തമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. എല്ലാരും സെപ്പറേറ്റ് ചെയ്ത് സേഫ് ആയിട്ട് ഇത് തുടങ്ങിയപ്പോഴേ അങ്ങനെ ചിന്തിച്ചാണ് തുടങ്ങി. എങ്ങനെയുണ്ട് ലൈഫ് ഒക്കെ? ഇങ്ങനെ ഇപ്പൊ ഇതിലേക്ക് ഫേമസ് ആയതിനു ശേഷമുള്ള ഒരു ലൈഫ് എങ്ങനെയുണ്ട്? ഞാൻ ഈ പുള്ളി ഇത് ഇങ്ങനെ മാത്രം ഇന്റർവ്യൂ കേൾക്കുമ്പോഴേ ഇൻട്രോവേർട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി അല്ലാതെ ഫോണിൽ കേട്ട മറ്റേ ശബ്ദം എനിക്ക് മോനെ വിളിച്ചേ ഞാൻ മറന്നുപോയല്ലോ. അതാണ് ഞാൻ ആലോചിച്ചത്. ഫോൺ മാത്രം അല്ല, എങ്ങനെയുണ്ട് ലൈഫ് ഇപ്പം ഫേമസ് ആയതിനു ശേഷമുള്ള ലൈഫ്? പഴണക്കൊക്കെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? ഇപ്പൊ ഒന്നും പറയുന്നില്ല, ജോലിക്ക് പോകാൻ പറയുന്നു. യൂട്യൂബിൽ നിന്ന് ഇത്ര വരുമാനം കിട്ടിയിട്ട് വീട്ടുകാർ ഇപ്പോഴും പറയാറുണ്ടോ ജോലിക്ക്? ഭയങ്കര വരുമാനമൊന്നുമില്ല. കോടികൾ ആസ്തിയായോണ്ട് ചെറിയ പൈസ കിട്ടാൻ പോകുന്നതല്ല. വരുമാനം ഉണ്ടാവും? സത്യസന്ധമായിട്ട് പറഞ്ഞാ യൂട്യൂബിൽ എത്ര ആയിട്ട് തോന്നുന്നു? മൊത്തത്തിൽ ടോട്ടലി 3 മാസം കൂടുമ്പോ എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 3 മാസം കൂടുമ്പോ 10,000 രൂപ. അത് ഞാൻ വിശ്വസിക്കില്ല. സത്യം.
3 മാസം കൂടുമ്പോൾ 10,000. ഇൻസ്റ്റാഗ്രാമിലല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മളെ യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആണ് 1 മിനിറ്റ് അകത്തുള്ള ഷോർട്സ്. ആ ഷോർട്സ് 1 മില്യൺ ഓടിയാലേ നമുക്ക് $5 കിട്ടത്തുള്ളൂ. 5 കിട്ടൂല. 1 മില്യൺ പറയണെങ്കിൽ 3.5-4 ചില്ലറൊക്കെ കിട്ടും. ലോങ് ഓടിയാലേ പൈസ അത് കിട്ടും. മാത്രമല്ല നമ്മള് ഒരാഴ്ച ഒരു വീഡിയോസ് എടുക്കാം. അപ്പോഴത്തേക്ക് യൂട്യൂബിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ 2 ഡേ ഒരു ഡേ ഇടപെട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ആ അക്കൗണ്ട് പൈക്ക് ഡൗൺ ആവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച ഗ്യാപ്പ് എന്തായാലും വരും. മിനിമം ഒരു 3 ദിവസം 4 ദിവസം എന്തായാലും വരും. അപ്പൊ ആ ഗ്യാപ്പിൽ അക്കൗണ്ട് ഡൗൺ ആവും. അപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു വീഡിയോ 1 മില്യൺ കയറി തന്നെ $5 ആവും. അപ്പൊ പിന്നെ അടുത്ത വീഡിയോ ഇടുന്നത് ഒരാഴ്ച കഴിഞ്ഞാണ്. ഒരു മാസത്തില് ഒരു 4 മാക്സിമം 5 വീഡിയോ 5 കാണത്തില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം എത്ര $. അല്ലെങ്കിൽ ഒരു 3.5 മിനിറ്റിന് പുറത്തുള്ള ലോങ് എന്തെങ്കിലും ചെയ്തു. അല്ലാതെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് വലിയ വരുമാനം. ഇത് ദയവേത് എന്റെ ഈ നാട്ടുകാരിവിടെ കാണുന്നത് അതിനുവേണ്ടിയാ പറയുന്നത്. എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു വികാരമാണ് നേരത്തെ. എന്നുള്ള രീതിയിൽ. അല്ല, അപ്പം മെയിൻ വരുമാനമാർഗം എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ? ആഡ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. അതും യൂട്യൂബ് അല്ല, അത് യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാമിൽ. യൂട്യൂബിലുണ്ട്, എന്നാലും ഇൻസ്റ്റാഗ്രാം കൂടുതൽ വരും. വരുമാനം ഉണ്ടല്ലോ. അതുണ്ട്. സോഷ്യൽ മീഡിയ അതുണ്ട്. വരുമാനമുണ്ട്. അത് അല്ല അത് കുറവുള്ള കണക്കൊക്കെ ഞാൻ പറയും. 1,34,854,000 രൂപ. അതല്ല അത് ഇറ്റ് ഡിപ്പെൻസ്. മീൻസ് ഒരു ഏജൻസിയെ കണക്കാക്കി അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ബ്രാൻഡ് വരുമ്പോ ഏറ്റവും കുറവ് എത്രയായിരിക്കും പറയും? ഏറ്റവും കുറവ് 15, 20 കിട്ടും. അത്രയൊക്കെയാണ് പറയുന്നത്. ഈ 15K 15,000 20,000 ഏറ്റവും കുറവ്. അതും മെയിനായിട്ട് നോക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് മാസത്തിൽ 1-2 അല്ലെങ്കിൽ മാക്സിമം പോയി 3 അഡ്വർടൈസ്മെന്റ് അത്രേ ചെയ്യൂ. അത് 3 കിട്ടാറില്ല. 3 കിട്ടിയാലും ചെയ്യില്ല. മാക്സിമം 2 അത്രേ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് കിട്ടിയിട്ടുണ്ടോ ആളുകളുടെ? ഇവിടുത്തെ ഒരു പാടുണ്ടായിരുന്നു. ഇവിടെ ഒരു പാടുണ്ടായിരുന്നു. നേരത്തെ എല്ലാവരും നല്ലോണം തന്നെ. നല്ലതാണ്. ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് കമന്റുകളോട് എങ്ങനെ പ്രതികരിക്കും? പ്രത്യേകിച്ച് അവനാണ് പ്രതികരിക്കുന്നത്. ഫേസ്ബുക്കിൽ വരാറുണ്ട്. നമ്മൾ കേറാറില്ല. ആ ഫേസ്ബുക്കിൽ ആവശ്യമില്ലാത്ത എന്ത് കണ്ടാലും എവിനസ് സ്റ്റോർ അപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാരെയും കാണിച്ചിട്ട് ചിരിക്കും. ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവ് അല്ലേ, പുള്ളിക്കാരൻ മാത്രമാണ് ഫേസ്ബുക്കിൽ. ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് മാറ്റാൻ ശ്രമിക്കും. ചുമ്മാ ചുമ്മാ അല്ല, അതിനൊന്നും ഈ ഫേസ്ബുക്കിൽ ഒരു ട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഈ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ കണക്ക് സിനിമാ നടന്മാരെ എല്ലാം ട്രോളാൻ വേണ്ടിയുള്ളത് ഉണ്ട്. അതിനകത്ത് എവനും ഉണ്ട്. കേരളെന്ന് പറഞ്ഞാൽ കേൾക്കൂല. പോയി അത് കണ്ട് ചിരിച്ച് ആസ്വദിച്ചിട്ട് എന്നെ തന്നെ മെൻഷൻ ചെയ്ത് എല്ലാവരും കാണാത്ത നമ്മളെ കാണിക്കും. യവൻ തന്നെ ചെയ്തിട്ടുണ്ട്. യവന്റെ വിരലൊടിഞ്ഞപ്പോഴത്തേക്ക് പ്ലാസ്റ്ററിനെ കൊണ്ടുവന്ന് ഇപ്പൊ കാലിന്റെ ഇതുവരെ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു. അത് ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പ് ഇട്ട് ഇത് പറഞ്ഞ് വിരലൊടിഞ്ഞതിന് ഗായ്സ് കാലിന്റെ മുട്ട വരെ പ്ലാസ്റ്റർ ഇട്ടത്. അല്ല, അവിടെ മാത്രം ഇട്ടില്ല, ബാക്കിയെല്ലാം ഇട്ടു. അപ്പൊ ആ ഗ്രൂപ്പിന്റെ അതൊരു കമന്റ്, നിനക്ക് വായിക്കാത്ത കുഴപ്പമൊന്നുമില്ലേ മാറെന്ന് പറഞ്ഞു. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞില്ലേ. ഫൺ ഗ്രൂപ്പാണ്. അൾട്ടിമേറ്റ്ലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കളിയാക്കി അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്ന ഗ്രൂപ്പ്. ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അത് മനസ്സിലായില്ലല്ലേ. അതായത് ഇൻസ്പയർഡ് എന്ന് പറയും. മീൻസ് ഇപ്പൊ ഒരു കണ്ടന്റ് കണ്ടിട്ട് നമ്മൾ എക്സാക്ട് അതാണ് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കാറില്ല. ഉദാഹരണം പറയണെങ്കിൽ ഒരു മലയാളം ആൾക്കാര് മാറും. അതെ, ഒരു വീഡിയോക്ക് ഒരാൾ ചെയ്താൽ കോപ്പി, ഒരു വീഡിയോക്ക് എല്ലാരും ചെയ്താൽ ട്രെൻഡ്. അല്ല, പാട്ട് എടുത്തിട്ട് ഒരിടയ്ക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ചില പാട്ട് ഇറങ്ങി ട്രെൻഡ് നേരത്തെ എല്ലാരും ചെയ്യും. പിന്നെ ഓരോരുത്തരുടെ ടൈപ്പ് വീഡിയോ നമ്മളും ചെയ്തിട്ടുണ്ടല്ലേ കാവാലയ്യ. അത് യൂട്യൂബിൽ നമ്മളിട്ട് യൂട്യൂബിലെ ബെസ്റ്റ് എങ്ങനെ ഡാൻസ്. അത് അങ്ങനെയല്ല, യൂട്യൂബ് ഷോർട്സിന്റെ മീറ്റിന് വിളിച്ച് ബെസ്റ്റ് ഡാൻസിങ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് യൂട്യൂബ് ഷോർട്സിന്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, ഈ കാവാലയ സോങ് പെർഫോം ചെയ്തിടാന്നുള്ളത്. അങ്ങനെ ഇട്ട് ആദ്യത്തെ ഒരു ടീമിനെ വിളിച്ചു. അങ്ങനെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പെൺകുട്ടിയായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ്. സെക്കൻഡ് വിളിച്ചു. ഇനി മൂന്നാമത് പുള്ളിക്കാരൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു ഈ കാവാലയ എങ്ങനെ കളിക്കരുത് എന്ന് കാണണമെങ്കിൽ വേറൊരു വീഡിയോ കാണിച്ചത്. നമ്മളെ വീഡിയോ മെയിൻ മീറ്റില് എന്നിട്ടൊരു ട്രോഫി എന്ന് പറഞ്ഞിട്ട് നമ്മള്
ഫണ്ണായിട്ട് പൊതുമധ്യത്തിൽ ഞാൻ പറയുമ്പോ നാണക്കേട് ഫീൽ നമുക്ക് കുഴപ്പമൊന്നും പണ്ട് എനിക്ക് അറിയില്ല. അല്ല നമ്മൾ അങ്ങനെ ചെയ്ത് തന്നെ ആ ഡാൻസ് ചെയ്യാൻ അറിഞ്ഞൂടാ ചുമ്മാ അത് യവൻ കൊണ്ടുവന്നാണ് ചുമ്മാ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇടാ വന്നാണ്ട് കാവാലയെ കളിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അനന്തം കളിച്ചില്ലേ, അപ്പൊ ഇവൻ അത് വീഡിയോ എടുത്ത് ഞാൻ ചെയ്തു ഇവൻ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് അവ അങ്ങ് പോസ്റ്റ് ചെയ്തു വന്നു. നമ്മള് പഠിച്ച് ചെയ്തതല്ല, വെറുതെ ഫണ്ണിയായിട്ട് ചെയ്തത്. ഇങ്ങനെ മീറ്റപ്പ് ഒക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എങ്കിൽ പോലും അവരെയൊക്കെ ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര ബ്രാൻഡഡ് ആയിട്ട് അങ്ങനെ ഭയങ്കര ഒരു വലിയ സെറ്റപ്പിൽ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ല കുറച്ചിപ്പോ വരുമാനത്തിന്റെ കഥ പറഞ്ഞ ടീമാണ്. ഇവിടെ തോർത്ത് കൊടുത്ത് നടന്നാലും മീറ്റപ്പിനൊക്കെ പോകുമ്പോ വൃത്തിയായിട്ട് പോകും, കടം പിടിച്ചാലും മേടിച്ചിട്ട് പോകും. അല്ല ഞാൻ ചോദിച്ചത്, അപ്പൊ അങ്ങനെ ഒരു ഹാഷ് പുഷ് ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? അതോ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം അതിനുള്ള വരുമാനമില്ലേ? അങ്ങനെയല്ല, രസമില്ല. ഇതല്ലേ നല്ലത്. പിള്ളേർമാരല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിവിടെ കോട്ടും ജാക്കറ്റൊക്കെ നാട്ടിൽ കൂടെ നടന്ന നാട്ടുകാരെ ഭ്രാന്താണ്. അല്ല എന്തായാലും ട്രെൻഡി സാധനം എടുത്താൽ ഇങ്ങനെയാണ്. ഈ കൂടെ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ ഫ്യൂച്ചറിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യാനാണ് താല്പര്യം? യൂട്യൂബ് മാറ്റുന്നത്? എല്ലാരും സിനിമ സിനിമയില് കോൾസ് ഒന്നും വന്നിട്ടില്ല. നടനാണ്. പുള്ളിക്കാരനെ ഇപ്പൊ ഏത് സിനിമയിലാണ്? റിലീസ് ആയിട്ടില്ല. മെയിൻ ടീമിന്റെ കൂടെ ആണ്. പുള്ളിക്കാരൻ ഇപ്പൊ എനിക്ക് വന്ന് ഓക്കെ ആയി, പക്ഷെ പോയി. അവര് പറഞ്ഞ് അഭിനയിക്കണമെന്ന്. അഭിനയിക്കാനായി കിട്ടിയെല്ലാം സെലക്ട് ആയി. എന്നിട്ട് അഭിനയിച്ച് ഫൈറ്റിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ചാടാൻ പറഞ്ഞു, ചാടി കൊടുത്ത് കഴിച്ചു കയറിച്ചപ്പോഴേ പോകും. അല്ല എന്റെ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിമോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഇതിലോട്ട് വന്നു പിന്നീട് കണ്ടില്ല, അതുകൊണ്ടാണ്. ഇവിടുത്തെ ഷോർട്ട് ഫിലിമിന്റെ മെയിൻ രാജാവാണ് ഒമർ ലുല്ലു എന്ന് പറയും ഇവിടുത്തെ. അവന്റെ പാർട്ടിയുടെ ഒരു വ്യൂ ഉണ്ട്. അത് ഇവനും അവനും എടുക്കുന്നുണ്ട് ഷോർട്ട് ഫിലിം. ചേട്ടാ, ഈ ചളിപ്പ് മാറാൻ വേണ്ടിട്ട് ഒരു പരടി വേറൊന്നും പാടാം. പാടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. പാരടി പാടി ഫേമസ് ആയ ആൾക്കാർക്ക് പാരടി അറിയാം. ചെയ്തിട്ട് പറയാനുള്ള ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കാത്തോണ്ട് പിന്നെ കേറി കാണുന്നില്ലല്ലോ. അല്ല, ഒരു നല്ല സോങ് അത് വേണമെങ്കിൽ നീ തന്നെ ഇറക്കിയ പാട്ടോട് അല്ല ഞാൻ വേറെ കാണിക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മൈക്കിരിക്കുന്നുണ്ട്. മൈക്ക് അവിടെ വെച്ചോ. ഇഞ്ചീട് പഴകി മഞ്ചേവ പഴകി കള്ളച്ചീരി പഴകി മറക്കും മനം കൂടുത്തില്ലേ മറക്കുമാ മാമായെന്നു മയങ്കിതേ പഞ്ചവന്നു മടിയിലെ ഊഞ്ചൽ പോടും മാനേവാ ഇഞ്ചീട് പഴകി മഞ്ചേവ പഴകി കള്ളച്ചീരി പഴകി മറക്കുമനു കൂട് അടിപൊളി, നല്ല നല്ല കലാകാരനാണ്. ഓക്കെ, എന്തായാലും കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ. പുതിയ പുതിയ വീഡിയോസ് ഇടും, കണ്ടന്റുകൾ, നിങ്ങൾ ഒരുമിച്ചുള്ള കണ്ടന്റുകൾ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. താങ്ക് യു സോ മച്ച്.